ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളുകളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്, വ്ളോഗും വീഡിയോസും ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ കുറേ ആളുകൾ ചോദിച്ചിരുന്നു എന്താണ് വ്ളോഗൊന്നും ഇടാത്തതെന്ന്. ആരും ചോദിച്ചില്ല, അതുകൊണ്ട് ഞാൻ തന്നെ പറയാം. പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മടിയാണ്. ഞാൻ അങ്ങനെ എപ്പോഴും വീഡിയോ ഇടാൻ മടിയാണ് സത്യം പറഞ്ഞാൽ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു സമയമാകുമ്പോൾ എഴുന്നേക്കും, പിന്നെ കാപ്പി കുടിക്കും, പിന്നെ ഫോൺ നോക്കി എവിടെയൊക്കെ ഇരിക്കും. അങ്ങനെ മടിയാണ്. പിന്നെ എങ്ങോട്ടേലൊക്കെ പോകുമ്പോഴത്തേനാണെങ്കിൽത്തേനും എൻ്റെ ഫോണിൻ്റെ ക്യാമറ എന്ന് പറയുന്നത്, എൻ്റെ ഫോണിൻ്റെ ക്യാമറ അത് വീഡിയോ എടുക്കും ഫുൾ കുറേ ഇങ്ങനെ ലൈനൊക്കെ ആയിട്ട് ഭയങ്കര ഒരു വൃത്തികെട്ട ഒരു ക്യാമറയാണ് എൻ്റെ ഫോണിൻ്റേത്. സോ ഈ ഫോണെന്ന് പറയുന്നത് കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ അല്ല, ഞങ്ങളുടെ 3 പേരുടെ ഒരു പൊതുവായിട്ടുള്ളൊരു ഫോണാണിത്. അപ്പോൾ ഇതിലാണ് ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നത്. ഇത് കുറച്ച് നാളായിട്ട് എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇതിലാണ് ഞാനിപ്പോൾ വീഡിയോസൊക്കെ എടുക്കാറ്. അപ്പോൾ ഫോണിൻ്റെ അതായത് നമ്മൾ വീഡിയോ എടുക്കുന്ന ക്യാമറയുടെ കുറച്ച് ഇഷ്യൂസുണ്ട്. അങ്ങനെ പിന്നെ ഇതിൻ്റെ പ്രധാന കാരണമായ എൻ്റെ മടി. എന്നെ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല. പിന്നെ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഏകദേശം എല്ലാ ദിവസവും ഒരുപോലെയാണ്. രാവിലെ എഴുന്നേൽക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, ഇടയ്ക്ക് കാഞ്ഞിരപ്പള്ളിക്കൊക്കെ പോവുക, അല്ലെങ്കിൽ എരുമേലിക്കൊക്കെ പോവുക. ഇതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് അതിനെ പിന്നെയും കാണിച്ച് ബോറടിപ്പിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല. എന്തായാലും പുതിയതായിട്ട് കണ്ടൻറ്റ് കിട്ടുവാണെങ്കിൽ ഞാൻ ഇടാമെന്ന് കരുതിയാണ് ഇത്രയും നാളും ലേറ്റ് ആയത്. അപ്പോൾ ഇന്നെന്തായാലും കുറേ നാളായില്ലേ, എന്നോട് അമ്മയും പറഞ്ഞ് കുറേ നാളായില്ലേ വീഡിയോ ഇട്ടിട്ട്, വീഡിയോ ഒരെണ്ണം എടുത്തിട്ട് എന്ന് പറഞ്ഞപ്പം ഒരു വ്ളോഗ് ഇടാമെന്ന് വെച്ചു. സാധാരണ ഒരു ദിവസത്തെ പറ്റിയൊരു വ്ളോഗ് ഇടാമെന്ന് വെച്ചു. അപ്പോൾ ഇന്ന് കുറച്ച് വലിയ പരിപാടികളൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒപ്പിക്കും. പിന്നെ നമുക്ക് ഇന്ന് എനിക്ക് സ്കൂൾ വരെ ഒന്ന് പോകണം, പിന്നെ എരുമേലിക്ക് ഒന്ന് പോകണം. ഈ 2 കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോ. പിന്നെന്താ, കുക്കിങ്ങും അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ആയിരിക്കും. കുക്കിങ് ഞാൻ ചെയ്തില്ലെങ്കിലും അമ്മ ചെയ്യും, അതിൻ്റെ വീഡിയോ എടുത്തിട്ട്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. ഏലക്കിട്ട ചായയാന്ന് തോന്നുന്നു, ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 8 മണിയൊക്കെ ആയി കാണും. ഞാൻ റെഡിയായൊക്കെ വന്നപ്പോഴത്തേനും എഴുന്നേറ്റൊക്കെ വന്നപ്പോഴത്തേനും താമസിച്ചു പോയി. എൻ്റെ മൊത്തം റൂട്ടീനെല്ലാം ഒന്ന് പോയി കിടക്കുകയാണ്. എല്ലാം ശരിയാക്കാം. നേരത്തെയൊക്കെ രാവിലെ എഴുന്നേക്കും, ഇപ്പോൾ രാവിലെ ഒന്നുമില്ല. എപ്പോഴൊക്കെയാണ് ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞ് ഇങ്ങനെ കാപ്പി കുടിക്കും, ഫോണൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കും. സോ അതെല്ലാം നിർത്തണം. ബുക്ക് വായനയെല്ലാം പോയി കിടക്കുകയാണ്. ഞാൻ എപ്പോഴും ഫോണിനകത്താണ്. സോ അതെല്ലാം മാറ്റണം. ബുക്കൊക്കെ വായിക്കാൻ വേണ്ടി ഒരു ബുക്ക് എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഞാൻ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. താണ്ടെ ഇത് വായിക്കണം. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. നോക്കാം. നമുക്ക് ചക്ക പറിക്കാൻ പോകാം. അതായത് അപ്പുറം ഒരു പ്ലാവുണ്ട്, ആ പ്ലാവിൽ ചക്കയുണ്ട്. ചക്ക നമുക്ക് പറിച്ചിപ്പോൾ വൈകുന്നേരം ഉച്ചയ്ക്ക് ചക്കത്തോരൻ ചക്ക പുഴുക്ക്. ചക്ക പറിക്കാൻ വേണ്ടി തോട്ടിയുമായി പോകുന്ന അനന്തു മനോജിനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ ചക്ക കിടക്കുന്ന ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ. ഇനി നമുക്ക് തോട്ടി വാക്കത്തി എടുത്തില്ല, കൊണ്ടുവരിക അമ്മ, അത് പറിക്കാം. എന്നിട്ട് കിട്ടി ഗായ്സ്, കിട്ടി. നേരെ കൊണ്ട് വീട്ടിൽ വെക്കാം. ചക്ക കിട്ടി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പം എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു തോട്ടിലേക്ക് ഇറങ്ങുകയാണ്. ഒരു ചെറിയൊരു തോട്. ഇതിൽ ഞാൻ പണ്ട് ഒക്കെ ഇവിടെ കുളിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. നേരത്തെ ഇവിടെ വെള്ളം ആകുമ്പോഴത്തേക്കും നമ്മളിവിടെയാണ് അലക്കലും സംഭവമൊക്കെ. ഞാൻ ഇതാണ് തോട്. ഇതിവിടെ നിന്നാണ് നമ്മൾ അലക്കുന്നത്. ചെറിയ സംഭവം. ഇത് ചെറിയൊരു കല്ല് അവിടെ നിന്ന് എടുത്ത് പിടിച്ചിട്ടോ ഇവിടെ നിന്ന് അലക്കും. ഇപ്പം കിട്ടിയതാണ് ഒരു കൊല കണക്കിന്, ഒരു കൊല നിറച്ച് റംബൂട്ടാൻ, മഞ്ഞ റംബൂട്ടാൻ. നമ്മൾ മുമ്പേ പറിച്ചുകൊണ്ട് വന്ന ചക്ക അടുപ്പത്തിരിക്കുകയാണ്. അത് കാണിച്ചു തരാം. ഇത് അടുപ്പത്തിരിക്കുന്നു, കാണിച്ചു തരാം. തൊട്ടടുത്ത് ഇവിടെ മീൻകറി ഇടാനുണ്ട്. അപ്പോൾ
ഫ്രണ്ട്സ്, ഇപ്പോൾ സമയം ഒത്തിരി ആയതിനാൽ നമ്മൾ എരുമേലിയിലേക്ക് പോകുന്ന പോക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നു. നാളത്തെയും മാറ്റി വെച്ചു. അതുകൊണ്ട് നമ്മളിന്ന് എനിക്ക് സ്കൂളിൽ 1 മണിയാകുമ്പോൾ ചെല്ലണം. അതുകൊണ്ട് നമ്മൾ നേരെ ഇപ്പം സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ അപ്പോൾ ഞാൻ പെട്ടെന്ന് കുളിച്ച് റെഡിയായി അപ്പോൾ ഷർട്ടും പാൻറ്റൊക്കെ ഇട്ട് വാച്ചൊക്കെ കെട്ടി ഞാൻ റെഡി. വാച്ചും കെട്ടി ഞാൻ റെഡി. സുഹൃത്തുക്കളെ, അങ്ങനെ ഞാൻ എൻ്റെ സ്കൂളിൽ എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് എൻ്റെ സ്കൂൾ. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ സ്കൂളിൽ ചെന്നിട്ട് നമ്മളിപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ സ്കൂളിലെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി നമ്മൾ എരുമേലിക്കും പോകുന്നതാണ് ഒരു ഇത് ഉണ്ടായിരുന്നത്. പക്ഷേ എരുമേലിക്ക് പോയില്ല. കാരണം ഇവിടെ കറക്റ്റ് 1 മണിക്ക് തന്നെ എത്തണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എരുമേലിലേക്ക് പോകാൻ മാറ്റി വെച്ചു. ഇനി നേരെ വീടാണ്. പിന്നെ നാളെ എരുമേലിക്ക് പോകും. അപ്പോൾ ഇന്നത്തെ നമ്മളെ വ്ളോഗ് ഇത്രയും കാണും. ഞാൻ വീട്ടിൽ ചെന്നിട്ട് ബാക്കിയെല്ലാം പറയാം. ഇനി മിക്കവാറും നാളെ ഞാൻ വൈകുന്നേരം ഈവനിങ് ഞാൻ ഒരു വ്ളോഗ് ഇടാം. ഈവനിങ് വ്ളോഗ് ഞാൻ ഇടും. ചിലപ്പോൾ അത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ മടി കാരണം അത് ഞാൻ മാറ്റുമെന്നും അറിയില്ല. ഞാൻ ഇടാൻ വേണ്ടി പരമാവധി ശ്രമിക്കും. അപ്പോൾ ഏതായാലും ഈ വീഡിയോ നിങ്ങൾ ഇപ്പം സമയം ഏകദേശം 3 മണിയൊക്കെ ആയി. 3 മണിയായിട്ടുണ്ട്. 3 മണിയായി, കറക്റ്റ് 3 മണിയായിട്ടുണ്ട്. ഏതായാലും ഈ വീഡിയോ ഏകദേശം ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേനായിരിക്കും ഞാൻ ഏതായാലും അപ്ലോഡ് ചെയ്യുക. നാളെ ആ ഒരു സെയിം ടൈമിൽ അല്ലെങ്കിൽ നാളെ ആ ഒരു സെയിം ടൈമിൽ അല്ലെങ്കിൽ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഏതായാലും ഈവനിങ് വ്ളോഗും ഞാൻ എടുത്തിടും. എങ്ങനെയൊക്കെ ഇടും, അല്ലെങ്കിൽ ഒരു ഷോർട്സ് ആയിട്ടെങ്കിലും ഞാൻ ഇടും. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നതായിരിക്കും. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഞാൻ ബാക്കിയെല്ലാം പറയാം. നമ്മൾ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വരുന്ന വഴിക്കാണ് ചാമ്പങ്ങ പൊടുന്നതിൽ റംബൂട്ടാൻ കൊല കണക്കിന് ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഇതിലൊക്കെ വെച്ചതാണ്. ഇത് കണ്ട. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റും ചെയ്യുക മറക്കരുത്. അപ്പോൾ ടാറ്റാ ബൈ ബൈ. അടുത്തൊരു വ്ളോഗുമായിട്ട് കാണുന്നവരേക്കും സൈനിങ് ഓഫ്.